ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ആരോ സംവൺ രഞ്ജിത്ത് സംവിധാനം നൽകി VR സുധീഷ് സ്റ്റോറി ആൻഡ് ഡയലോഗ്സ് നൽകിയ ഒരു ഷോർട്ട് ഫിലിമാണ് ആരോ. ശ്യാമപ്രസാദാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കൂടെ മഞ്ജു വാര്യറും എത്തുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കൂടെ രഞ്ജിത്തിന്റെ ക്യാപിറ്റോൾ തിയേറ്ററും ഉണ്ട്. എന്താണ് ആരോ? ഒരു വീട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് ലോൺലി ആയിട്ട് താമസിക്കുന്നു, ഒരു എഴുത്തുകാരൻ. ആ എഴുത്തുകാരൻ ഉണ്ടാകുന്ന ഒരു മിഥ്യ അല്ലെങ്കിൽ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഉള്ളിലൊരു എന്താ പറയുക, ഒരു എരിച്ചിലെന്ന് വേണമെങ്കിൽ പറയാം. എന്തോ വരുന്നു, എന്തോ സംഭവിക്കുന്നു, എന്തോ നടക്കുന്നു എന്നുള്ളത് തോന്നൽ. അരോചകം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ ശ്യാമപ്രസാദ് നിങ്ങൾക്ക് അറിയായിരിക്കും. കുറച്ച് മലയാള സിനിമയിലെല്ലാം അഭിനയിച്ച ഒരു നടനാണ്. ആൻഡ് പുള്ളി ഒരു ഫിലിം മേക്കറാണ്, റൈറ്ററാണ്. അപ്പോൾ പുള്ളിക്കാണ് ഇത് മെയിൻ ലീഡിൽ വരുന്നത്. 3 പേരേ ഉള്ളൂ: ശ്യാമപ്രസാദ്, മഞ്ജു വാര്യർ ആൻഡ് അസീസ് നെടുമങ്ങാട് ഒരു 2 സീനിൽ വരുന്നുണ്ട്. ഒരു 20-21 മിനിറ്റുള്ള ഷോർട്ട് ഫിലിമാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒന്നല്ലെങ്കിൽ രഞ്ജിത്ത് അല്ലെങ്കിൽ VR സുധീഷ് ആയിരിക്കും ആ നടൻ എന്ന് പറയുന്നത്. ശ്യാമപ്രസാദ് എന്ന ആ ഒരു ക്യാരക്ടർ, ഒരു എഴുത്തുകാരൻ എന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് രഞ്ജിത്ത് അല്ലെങ്കിൽ VR സുധീഷ് ആയിരിക്കും. അവരുടെ ആ ഭാവന അതാണ്. അതായത് ഒരു എഴുത്തുകാരൻ എങ്ങനെയായിരിക്കും, ഒരു എഴുത്തുകാരൻ്റെ തോന്നലുകൾ എങ്ങനെയായിരിക്കും. അതായത് ശ്യാമപ്രസാദ് തുടക്കത്തിൽ തന്നെ ഒരു മഴ പെയ്യുന്നു, ഉറക്കെണീക്കുന്നു. പാതിരാത്രി ഒരു 2-2:45 സമയമാകുമ്പോൾ ഉറക്കെണീക്കുന്നു. പിന്നെ ഇരുന്ന് വലിയാണ്, സിഗരറ്റ് വലിച്ച് വിടെയാണ്. പിന്നെ ബെക്കാടി മദ്യം ഒഴിച്ചൊഴിച്ച് കുടിച്ചങ്ങ് ഇവിടെയാണ്. കിച്ചൺ നിറച്ച് മദ്യക്കുപ്പികളാണ്. പിന്നെ അറിയാലോ, എഴുത്തുകാരൻ്റെ ഒരു സങ്കല്പം അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുമ്പം തറയിലൊക്കെ ഒരുപാട് അഴുക്കായിരിക്കും. അതായത് അവർ വൃത്തിയൊന്നും കാണൂല. ബുക്കൊക്കെ അവിടെ കിടക്കും, പിന്നെ ഡ്രസ്സൊക്കെ അങ്ങനെയൊക്കെ കിടക്കും. അങ്ങനെ ആ ഒരു പോർട്രേറ്റ് ഇതിലും ഉണ്ട്. പക്ഷെ പുള്ളി കിടക്കുന്നിടത്തൊക്കെ ഒരു ചെറിയൊരു വൃത്തിയൊക്കെ ഞാൻ കണ്ട്. ബാക്കിയിടത്തൊക്കെ വൃത്തിയൊക്കെ ഇല്ല. പക്ഷെ പുള്ളി കിടക്കുന്ന ആ ഒരു സൈഡിൽ വൃത്തിയുണ്ട്, ആ ഒരു കിടക്കുന്ന പോഷൻ. പിന്നെ ആ വലത്തെ കൈ മാറിയ വീണ്ടും സിഗരറ്റും ചവറും ചിക്കനും പൊടിയും മിച്ചറും അങ്ങനെ ആയിട്ട് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് ആ ഷോർട്ട് ഫിലിമിലേക്ക് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു തോന്നലുകളായിട്ട് ഒരാൾ കടന്നു വരുന്നു. അതാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ സത്യം പറഞ്ഞാൽ ചില സമയങ്ങളിൽ എനിക്ക് ഒരു ഓവർ ആയിട്ട് അഭിനയിക്കുന്ന പോലെയാണ് തോന്നിയത് മഞ്ജു വാര്യർ. അതൊരു പഴയ എന്താ പറയുക, ഒരു വെള്ള സാരിയൊക്കെ കൊടുത്ത് അതൊരു തോന്നലാണല്ലോ ശ്യാമപ്രസാദ്. അതായത് ആ ഒരു സിനിമയിലെ നായകൻ അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിമിലെ നായകന് വരുന്ന ഒരു തോന്നലായിട്ടാണ് വരുന്നത്. ദേവി വന്നു അല്ലെങ്കിൽ ഭാഗ്യദേവത വന്നു എന്ന് ഓട്ടോ വിളിച്ചു വന്നു ഭാഗ്യദേവത. അപ്പോൾ അതാണ് മഞ്ജു വാര്യർ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കുന്നു, എന്തൊക്കെയോ പറയുന്നു, എല്ലാം നടന്നതുപോലെ. അപ്പോൾ ശ്യാമപ്രസാദ് ഇങ്ങനെ ആ ഒരു ലാസ്റ്റ് 5 മിനിറ്റിൽ മഞ്ജു വാര്യർ വന്നതിന് ശേഷം ശ്യാമപ്രസാദ് എക്സ്പ്രഷൻസ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇങ്ങനെ പാടുപെടുന്നുണ്ട്. കാരണം എന്തെങ്കിലും പ്രതിഫലിപ്പിക്കണ്ടേ. അങ്ങനെ മഞ്ജു വാര്യർ എത്തുന്നു. മഞ്ജു വാര്യറിന്റെ കോസ്റ്റ്യൂം കൊള്ളാം, സാരിയൊക്കെ ആയിട്ട്. സമീറ ഷനീസാണ് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ എഡിറ്റർ രതിൻ രാധാകൃഷ്ണനാണ്. പ്രത്യേകിച്ച് ഇതിൽ എന്താണ് എഡിറ്റ് എന്ന് എനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ല. ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിജിബാലാണ്. ഇതിലും പ്രത്യേകിച്ച് മ്യൂസിക്കും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ടൈം ഈ മഴയുടെ സൗണ്ട്, കുറച്ച് രാവിലെ ആകുമ്പോൾ കിളികളുടെ ക്ലക്ക് സൗണ്ട്, ആൻഡ് ഇതിലെന്താ പറയുക, വീണ, ഫ്ലൂട്ട്, ഇതൊക്കെയാണ് സൗണ്ടുകളായിട്ട് വരുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത എന്തോ അതായത് ഇതുപോലത്തെ പല കോൺസെപ്റ്റുകളും മുമ്പ് എത്രയോ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു വീട്ടിൽ പോയി താമസിച്ചപ്പോൾ ചുമ്മാ അവർ സമയം കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ വെറുതെ എന്തോ ചെയ്തു കൂട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ് ഈ ആരോ സംവൺ. ആരോ ആര്? അതാണ് ഇതൊക്കെ എന്തിനാണ് ചെയ്തു കൂട്ടിയെന്നുള്ള ഒരു മറുപടി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഗൈസ്, നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ കയ്യിൽ പറയാം. ആൻഡ് ഇത് മമ്മൂട്ടി കമ്പനി എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി രഞ്ജിത്ത് ചിലപ്പോൾ മമ്മൂട്ടിയുടെ ഒരു കഥ പറഞ്ഞു കാണും. മമ്മൂക്ക നമുക്കിങ്ങനെ ഒരു പടം ചെയ്യാം, അപ്പോൾ മമ്മൂക്ക നൈസായിട്ട് രഞ്ജിത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്തേക്ക്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു വിട്ടതാണെന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ കുറച്ച് ഫണ്ടിറക്കി തരാം, പിന്നെ സിനിമയാക്കണ്ട, ഷോർട്ട് ഫിലിം ആക്ക്, എന്നിട്ട് യൂട്യൂബിൽ ഇറക്കുക, അതാകുമ്പോൾ കുഴപ്പമില്ലെന്ന് വല്ലതും പറഞ്ഞു കാണും.
അങ്ങനെ യൂട്യൂബിലാണ് ഉള്ളത് ഷോർട്ട് ഫിലിം. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിലൊന്നും പോയി കണ്ട് പൈസ കളയേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് ഡാറ്റ വേസ്റ്റ് ആവും. നോർമലായിട്ട് നിങ്ങൾക്ക് റീൽസ് കണ്ട് കളയുന്ന പോലെ ഷോർട്ട് ഫിലിമും കണ്ട് കളയും. 20 മിനിറ്റാണ് തുടക്കത്തിൽ. ആ ഒറ്റ റൂമിൽ ഒരു 3 പേര്, ശ്യാം പ്രസാദ്, മഞ്ജു വാര്യർ, അസീസ് നെടുമങ്ങാടുള്ള ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ ആരോ സമ്മൺ എന്നൊരു ഷോർട്ട് ഫിലിമാണ് നമ്മളിപ്പം റിവ്യൂ പറഞ്ഞത്. അത് കണ്ടു തീർക്കാൻ 20 മിനിറ്റ് ഉണ്ട്. ഞാൻ നോക്കിയപ്പം ആ ഒരു 5 മിനിറ്റ് തന്നെ എഴഞ്ഞാണ് പോകുന്നത്. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറ. ആരുടെ ഇതൊക്കെ?